ആസ്ക് ഡോക്ടർ മിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാൽസ്യം ഓക്സലേറ്റ്, ഫോസ്ഫറസ് എന്നിവ അമിത അളവിൽ മൂത്രത്തിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് കല്ലുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുന്നത്. അതിനാൽ ഭക്ഷണത്തിൽ ഇവ നിയന്ത്രിക്കണം. ഉദാഹരണത്തിന് ചായ, കാപ്പി, കോള, ഡ്രിങ്ക്സ്, തക്കാളി, പാല്, ചീര, വെണ്ണ, ചെറിയ മീനുകൾ, മുതിര, സോയാബീൻ, ചെറുപയർ, മുത്താറി, മുരിങ്ങയില തുടങ്ങിയവ. തക്കാളി കുരു നീക്കി കഴിക്കാവുന്നതാണ്. പാല് കൊഴുപ്പ് കുറഞ്ഞതും കഴിക്കാവുന്നതാണ്. ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വളരെയധികം ശ്രദ്ധ വേണം. പഴവർഗ്ഗങ്ങളിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലായതിനാൽ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇത് കല്ലുണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കും. പൈനാപ്പിൾ കഴിക്കാം. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ചില എൻസൈമുകൾ കല്ലിനെ പ്രതിരോധിക്കും. വൃക്കയിൽ കല്ലുള്ളവർ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കരിക്കിൻ വെള്ളത്തിൽ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സിട്രേറ്റ് കാൽസ്യം ഓക്സലേറ്റ് കല്ലുണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കും. ശരീരഭാരം കുറയ്ക്കണം, അല്ലെങ്കിൽ കല്ലിനുള്ള സാധ്യത കൂടുതലാണ്. ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂത്രത്തിൽ കല്ലിനുള്ള സാധ്യത കുറയ്ക്കാനും മൂത്രത്തിന്റെ അളവ് കൂട്ടാനും സഹായിക്കും. ദിവസവും ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം B6 ഫോസ്ഫോറിക് അമ്ലത്തിന്റെ അളവ് കുറച്ച് ഓക്സലേറ്റ് കല്ലുകൾ ഉണ്ടാകുന്നതിനെ ചെറുക്കുന്നു. ഇറച്ചി, മുട്ട, മീൻ എന്നിവയിൽ നിന്നും ലഭ്യമാകുന്ന മാംസ്യത്തിൽ പുരിൻസിന്റെ അളവ് അധികമായതിനാൽ ഇവ വിഘടിച്ച് യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാകുന്നതിനാൽ ഇവയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണം. ഒരു ദിവസം ഭക്ഷണത്തിൽ കൂടി ലഭ്യമാകുന്ന കാൽസ്യത്തിന്റെ അളവ് 1000 മുതൽ 1200 മില്ലിഗ്രാമിന്റെ ഉള്ളിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. 2300 മില്ലിഗ്രാം അല്ലെങ്കിൽ 2 മുതൽ 3 ഗ്രാം ആയി നിജപ്പെടുത്തണം. ജീവകം ഇയുടെ അളവ് 1000 mg താഴെയായിരിക്കണം. ലഘുപാനീയത്തിന്റെ ഉപയോഗം കുറയ്ക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുന്നത് തടയാനാവും. നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾ ഞങ്ങളെ ഇമെയിലിലൂടെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡുമായി. താങ്ക് യു.